സെൽഫി എടുക്കാൻ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടിയ യുവാവിന് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിലാണ് സംഭവം ഉണ്ടായത്. രാജസ്ഥാൻ അഗർവാൾ സ്വദേശിയായ പ്രഹ്ലാദ് ഗുജ്ജറാണ് കൊല്ലപ്പെട്ടത്. രാജസ്ഥാൻ ആൾവാർ സ്വദേശിയായ പ്രഹ്ലാദ് ഗുജ്ജറാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ KB ശ്രീധരനായിരിക്കും നമുക്ക് നൽകുന്നത്. ശ്രീധരൻ, പലപ്പോഴും നമ്മൾ ഈ സൂവിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും എഴുതി വെക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഈ അവിടെ ആ പാർക്കിലുള്ള ജീവികളെയൊക്കെ പ്രകോപിപ്പിക്കരുത്, ആഹാരം നൽകരുത് എന്നുള്ള കാര്യം. അത് മാത്രം പോട്ടെ, ഈ തുടർച്ചയായി ഇങ്ങനെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ നൽകുമ്പോൾ അപ്പോഴും പറയുന്നതാണ് അമിതാവേശം കാണിച്ച് മൃഗങ്ങൾക്ക് മുന്നിൽ ചെല്ലരുത് എന്നുള്ളത്. ദാരുണമായ സംഭവമാണ്, പക്ഷേ വിളിച്ചു വരുത്തിയ ഒരു അപകടം കൂടിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അമിത സാഹസികതയൊക്കെ കാണിച്ച് ആളുകൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നത് ഈ സമീപകാലത്ത് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അതിൽ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തിരുപ്പതിയിലെ കേസ് തന്നെ. ഇയാൾ ഈ ആൾവാർ സ്വദേശി, രാജസ്ഥാനിലെ ആൾവാർ സ്വദേശിയായിട്ടുള്ള പ്രഹ്ലാദ് ഗുജ്ജർ എന്നുള്ള യുവാവാണ് ഈ അതിക്രമം കാട്ടിയത്. ഇയാൾ സൂവിലേക്ക് തനിയെയാണ് വന്നത്. അതിനുശേഷം ഈ സിംഹത്തിൻ്റെ കൂടിന് അടുത്തേക്ക് എത്തി. അത് ഈ പെട്ടെന്ന് അവിടെ കുറച്ച് 100 മീറ്റർ മാറിയാണ് അവിടെ ജീവനക്കാരെ കൊണ്ടായത്. ഇയാൾ പെട്ടെന്ന് അതിൻ്റെ ഒരു 6 അടി ഉയരമുള്ളൊരു കമ്പിവേലിയൊക്കെ ഉണ്ട്, അതൊക്കെ ചാടിക്കടന്ന് ഈ ജീവനക്കാർ അകത്തേക്ക്, അതായത് സിംഹത്തിന് ഭക്ഷണം കൊടുക്കാനും കൂട് വൃത്തിയാക്കാനൊക്കെ കയറുന്ന ഒരു വാതിലുണ്ടാവും, ആ വാതിലിനകത്തേക്ക് ഇയാൾ ഓടിക്കയറുകയാണ് ചെയ്തത്. അതിനുശേഷം സിംഹത്തിന് അടുത്ത് നിന്ന് സെൽഫി എടുക്കാനായിരുന്നു ശ്രമം. ആദ്യമൊന്നും അവിടുത്തെ ദൃക്സാക്ഷികളുടെ പ്രതികരണം നമ്മൾ വിവിധ മാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ ആദ്യമൊന്നും സിംഹം അവിടെ അനങ്ങാണ്ട് കിടക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് സിംഹത്തെ വളരെയധികം പ്രകോപിപ്പിക്കാൻ നോക്കുകയാണ്. അതായത് ഒരു സെൽഫി കിട്ടാൻ വേണ്ടിയാണ് ഇത്ര വലിയ പ്രകോപനം ഇയാൾ സൃഷ്ടിക്കുന്നത്. സിംഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ ഇയാൾ പേടിച്ചു. അവിടെ ആ കൂടിനുള്ളിൽ ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ രീതിയിൽ ഒരു മരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മരത്തിന് മുകളിലേക്ക് ഇയാൾ വലിഞ്ഞു കയറി. പക്ഷേ സിംഹം പിന്നാലെ പിന്തുടർന്ന് കയറി ഇയാളെ കടിച്ച് കീറുകയായിരുന്നു. അതിനുശേഷം 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ഇയാളെ ഈ മൃതദേഹം കൊണ്ടിട്ടു. ജീവനക്കാരെത്തി സിംഹത്തെ ആക്കിയപ്പോഴേക്കും ഇയാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു സെൽഫി എടുത്ത് വൈറലാവാനുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയത്. വൈറലാവാൻ നമുക്ക് വേറെ പല വഴികളുണ്ട്. ഇത്തരത്തിലുള്ള സാഹസം കാണിക്കാതിരിക്കുക. വന്യമൃഗങ്ങൾക്ക് അറിയില്ല നമ്മൾ വൈറലാവാൻ വരുന്ന ആളുകളാണെന്ന്. അത് കൃത്യമായും അവയെ കൂടി മനസ്സിലാക്കി അല്പം ഒരു സാമാന്യ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് വേണം ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇടപെടാൻ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്നത്.